ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്നല്ലേ? നമ്മൾ പോകുന്നത് ഇന്ന് തളിപ്പറമ്പിലേക്കാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു ലാഭമേള നടക്കുന്നുണ്ട്. നല്ല വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു മേളയാണെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ. ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഇനി നമ്മുടെ ഫ്രണ്ട്സിന് കൂട്ടാനുണ്ട്, അവരും കൂടെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറൊക്കെ മതി കേട്ടോ അവിടത്തേക്ക്. ഏട്ടൻ വണ്ടി എടുക്കുന്നുണ്ട്, മക്കൾ 2 ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ മോക്കാണെങ്കിൽ ഈ വണ്ടിയിലൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാനൊക്കെ തോന്നും, അതുകൊണ്ട് അവൾ ഇപ്പം തന്നെ ഒരു സൈഡായിട്ടാ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാ എഴുതി കാണുന്നില്ലേ, മഹാമേള ലാഭമേള എന്നൊക്കെ എഴുതി കാണുന്നില്ലേ ഇവിടെ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്, ഇതൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, നല്ല ഭംഗിയുള്ള ഭരണികൾ നോക്കിയേ, നല്ല ഭംഗിയുള്ള, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തായാലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. നല്ല ലാഭത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. നല്ല ചെറിയ ഭരണികൾ, വലിയ ഭരണികൾ, നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന വലിയ ഭരണികളില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളറിലും വെറൈറ്റി ഡിസൈനിലൊക്കെ ഉണ്ട്. പിന്നെ നല്ല കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് കപ്പുകൾ ഉണ്ടായിരുന്നു. അത് സെറ്റായിട്ട് വാങ്ങാനും ഉണ്ടായിരുന്നു, നമുക്ക് ഓരോന്നായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി നൈഫുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരുപാട് നൈഫുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് നല്ലൊരു നൈഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഞാനത് വാങ്ങിയിട്ടാ. പിന്നെ ഞാൻ കുറച്ച് ബോട്ടിൽസൊക്കെ നോക്കി. അതായത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ബോട്ടിലെ, അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടാ. പിന്നെ കുറച്ച് കുപ്പികളൊക്കെ നോക്കി. പിന്നെ 2-3 നല്ല കപ്പും കൂടെ വാങ്ങിയിട്ടാ. പിന്നെ നമ്മുടെ മാറാലയൊക്കെ കളയുന്ന ബ്രഷില്ലേ, അതൊക്കെ നോക്കി വാങ്ങി. പിന്നെ അപ്പുറം ഭാഗത്ത് നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള കപ്പുകളുണ്ടായിരുന്നു. നല്ല വിലക്കുറവിലാണ് കേട്ടോ. ഈ ഒരു കപ്പിന് തന്നെ 30 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പയ്യന്നൂർ ഭാഗത്തുള്ളവരായാലും നമ്മൾ തളിപ്പറമ്പ് കണ്ണൂർ ഭാഗത്തുള്ളവരായാലും എല്ലാവർക്കും ഇവിടെ വന്നാൽ നല്ല ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങാം. പിന്നെ ഞാനിവിടെ തൂക്കിയിട്ട് കാണുന്നില്ലേ കുറേ ബോക്സുകൾ, അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് ഇതൊക്കെ വാങ്ങിയായിരുന്നേ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ആൾ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടാ. ഇതെവിടെയെന്ന് വെച്ചാൽ ഭവാനി റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇതിൻ്റെ പേര്. റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മഹാമേളയ്ക്ക് പോയില്ലേ തളിപ്പറമ്പ്, അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ടേക്ക് വന്നത്. നല്ല ഓപ്പൺ പ്ലേസാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നല്ലൊരു പൂച്ചക്കുട്ടി ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവനാണെങ്കിൽ നമ്മളെ ആരും മൈൻഡ് ചെയ്തതേ ഇല്ല കേട്ടോ. ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വഴിയിൽ ഇവരെല്ലാവരും നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ വേഗം പോയപ്പോഴല്ലേ മനസ്സിലായത് ഒരു താമരക്കുളം കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള താമരകൾ. ഞാൻ ഇതുപോലെ വീട്ടിൽ കുറച്ച് താമര വിത്തൊക്കെ വാങ്ങിയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഇലകൾ വന്നിട്ടുമില്ല, താമര പിടിച്ചിട്ടുമില്ല എന്ന് പറയാം. ഇപ്പോഴും ആ കുഞ്ഞ് ഇലയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ആയി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ നല്ല വലിയ ഇലകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള താമരകൾ. അതിന് അടുത്ത് തന്നെ ഒരു സപ്പോട്ട മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ നിറയെ സപ്പോട്ട ഉണ്ടായിരുന്നേ. എനിക്കൊന്ന് പറിച്ചാക്കളെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടാവില്ലേ, പിന്നെ ഞാനത് അങ്ങോട്ടേക്ക് നോക്കിയതേ ഇല്ല കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇവിടെ തന്നെ നിന്നു. ശേഷം നമ്മൾ ഭോജനശാലയിലേക്ക് പോകുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ അതിന് തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല ഓപ്പൺ പ്ലേസാണ് കേട്ടോ, നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മസാല ദോശയും ചായയൊക്കെ കുടിച്ച്, പിന്നെ മക്കൾ കുറേ നേരം ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറേ നേരം മക്കൾ പാർക്കിലൊക്കെ കളിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.